ഉരുൾപൊട്ടൽ മൂലം നൂറുകണക്കിന് ആളുകളുടെ ജീവിതവും ജീവനോപാധികളും നഷ്ടപ്പെട്ട വിലങ്ങാടിനെ കൈവിട്ട് സർക്കാർ 2 മാസം ആകാറായിട്ടും പുനരധിവാസം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. നിയമസഭാ ഉപസമിതിയുടെ സന്ദർശനം കൊണ്ടും കാര്യമുണ്ടായില്ല. ജീവിതം എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്ന ചോദ്യങ്ങളാണ് വിലങ്ങാട് നിന്ന് മുഴങ്ങിക്കേൾക്കുന്നത്. മുന്നറിയിപ്പിനെ തുടർന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതിനാൽ മാത്രമാണ് വിലങ്ങാട് വൻ ദുരന്തമൊഴിവായത്. പക്ഷേ ആ ദുരന്തത്തിന്റെ വ്യാപ്തി ചെറുതായിരുന്നില്ല. പാലൂർ, മുച്ചംകുഴി, പന്നിയേരി, മാടാഞ്ചേരി, കുറ്റല്ലൂർ, പറക്കാട്, പുല്ലുവ, മഞ്ഞച്ചീളി, മഞ്ഞക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലായി ചെറുതും വലുതുമായ 100ഓളം ഉരുൾപൊട്ടലുകളാണ് ഒരേ സമയം സംഭവിച്ചത്. ിലധികം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്ന ദുരന്തമാണ് വിലങ്ങാട് സംഭവിച്ചത്. റിട്ടയർഡ് അധ്യാപകനായ മാത്യു കളത്തിലിന് ജീവൻ നഷ്ടമായി. 230 കർഷകരുടെ 162 ഹെക്ടർ ഭൂമിയിലെ ഇഞ്ചി, മഞ്ഞൾ, വാഴ, തെങ്ങ്, കവുങ്ങ്, ജാതിക്ക, ഗ്രാമ്പുച്ചെടി, കൊക്കോ, കപ്പ, കാപ്പി, കുരുമുളക് തുടങ്ങിയ കൃഷി പൂർണ്ണമായും നശിച്ചു. ഭൂമി ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കാത്ത നിലയിലായി. ഒന്നിനും ഒരു നഷ്ടപരിഹാരവും സർക്കാർ നൽകിയില്ല. ഇപ്പോൾ ഇവിടുത്തെ ഏകദേശ നാശനഷ്ട കണക്ക് സർക്കാർ എടുത്തത് 300 കോടിയാണ്. അതിനൊക്കെ മുകളിലാണ് ഇവിടുത്തെ കണക്ക് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ എല്ലാ പ്രദേശങ്ങളിലൊന്നും സർക്കാരുകളോ അല്ലെങ്കിൽ വിവിധ ഉദ്യോഗസ്ഥന്മാരോ എത്തിപ്പെടാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ചെറുതും വലുതുമായിട്ടുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, മാടാഞ്ചേരി, പറമ്പടി മേഖലയിലൊക്കെ ഏക്കർ കണക്കിന് സ്ഥലമാണ്. ഒരാൾ തന്നെ 3 ഏക്കർ സ്ഥലം മുഴുവനായിട്ടും പോയിട്ടുണ്ട്. അവിടെയുള്ളത് വനവാസികളാണ്. വനവാസികളുടെ ഭൂമി 1 സെന്റ് പോലും ബാക്കിയില്ലാതെയാണ് അവിടെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. 18 വീടുകൾ പൂർണ്ണമായും തകർന്നു. 80 വീടുകൾ ഭാഗികമായി ഇല്ലാതായി. റോഡുകളും പാലങ്ങളും ഒക്കെ ഒലിച്ചുപോയി. പൊട്ടിയതും പൊളിഞ്ഞതുമൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു. പുഴയിൽ ഒലിച്ചെത്തിയ കല്ലുകളും മരക്കഷ്ണങ്ങളും മാറ്റിയില്ല. വിലങ്ങാടുകാർ വീടും തൊഴിലുമില്ലാതെ പല ദേശങ്ങളിലേക്ക് നാടുകടത്തപ്പെട്ടു. ഉരുൾപൊട്ടിയ നാളുകളിൽ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയ സർക്കാർ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. അടിയന്തര സഹായമായി പ്രഖ്യാപിച്ച 10,000 രൂപയിൽ ആകെ നൽകിയത് 5,000 മാത്രം. ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന വിലങ്ങാടുകാരുടെ ചോദ്യത്തിൽ നിന്ന് എത്ര നാൾ സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകുമെന്നാണ് ഉയരുന്ന ചോദ്യം. ജനം, കോഴിക്കോട്. അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് അവിടെ കഴിയുന്നത്? എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് നടക്കുന്നത്? ഒരു ദുരന്തമുണ്ടാകുമ്പോൾ എല്ലാവരും പാഞ്ഞെത്തുന്നു, ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, ഞങ്ങളുടെ കൂടെ എന്ന് പറയുന്നു, സർക്കാരിൻ്റെ കൂടെ എന്ന് പറയുന്നു. പക്ഷേ മറ്റൊരു വലിയ ദുരന്തം വന്നു പോയിട്ടും പഴയ ദുരന്തത്തിൽപ്പെട്ടവർ ഇപ്പോഴും അഭയാർത്ഥികളെ പോലെ അലയുന്നു എന്നല്ല ഈ ക്യാമ്പയിൻ കൊണ്ട് വെളിച്ചത്ത് വരുന്നത്. നമസ്തേ, സ്വാഗതം പുത്തമ്പലയിലേക്ക്. അരുൺ കൊടുങ്ങൂർ. തീർച്ചയായും അത് തന്നെയാണ്. നമ്മളറിയാം, വയനാട്ടിൽ നമ്മൾ ആ ജനതയ്ക്കൊപ്പം നിന്ന കാഴ്ചകളൊക്കെ തന്നെ, ഒരുപാട് പ്രശ്നങ്ങൾ, അവരുടെ നീർന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ ജനം ടി വിയിലൂടെ, ഈ പുത്തൻ പുലരിയിലൂടെ എല്ലാം തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചതാണ്. ഇതിനുശേഷമാണ് വിലങ്ങാടേക്ക് ജീവനാശം ഉണ്ടായില്ല എങ്കിലും പ്രകൃതി തകർത്തെറിഞ്ഞ ഒരു നാടാണ് വിലങ്ങാട്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. കാര്യമായ രീതിയിലൊന്നും ആ സമയത്ത് ചർച്ചയായില്ല എങ്കിൽ പോലും അവിടുത്തെ ആളുകളുടെ പ്രശ്നം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് ജനം ടി വി ഇത്തരം ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത്. ഈ ഉരുൾപൊട്ടലുണ്ടായ എല്ലാ മേഖലകളിലും സന്ദർശിച്ച ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനിലേക്ക് പോവുകയും ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തമാണ് ഈ ഒരു പ്രദേശത്ത്. ഈ വിലങ്ങാട് എന്നുള്ള പ്രകൃതി സുന്ദരമായ ഈ ഒരു പ്രദേശത്ത് 100-ലധികം ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. ഇപ്പോഴും ഉരുൾപൊട്ടൽ ഉണ്ടായ പല മേഖലകളിലേക്കും എത്താൻ സാധിക്കാതെ ഹെലിക്യാമിന്റെ സഹായത്തോടെയാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ശേഖരിച്ചതിന് ശേഷമുള്ള അധികൃതരുടെ നടപടി എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, പ്രകൃതി സുന്ദരമായ ഒരു ഭൂമിയാണ് വിലങ്ങാട്. ടൂറിസം സാധ്യതകൾ അനന്തമായുണ്ട്. കോഴിക്കോട്, കണ്ണൂർ അടക്കമുള്ള ജില്ലകളുടെ, വയനാട് അടക്കമുള്ള ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെയാണ് ഈ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഈ ഒരു ഉരുൾപൊട്ടലിന് തൊട്ട് മുമ്പ് തന്നെ ആളുകൾ സ്വയം മാറിപ്പോയത് കൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു ദുരന്തം ഇവിടെ നിന്നും ഒഴിവായതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 800-ലധികം ആളുകളാണ് ഈ
പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോയത്. അതിനുശേഷം ഉണ്ടായ ആ വലിയ ഉരുൾപൊട്ടൽ ഒരേ സമയം തന്നെയാണ് ഈ 100-ലധികം ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രദേശം ഒന്നാകെ നാമാവശേഷമായ ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണുന്ന പോലെ തന്നെ കണ്ണീർ കാഴ്ചകളാണ് ഈ പ്രദേശത്തൊന്നാകെ കാണാൻ കഴിയുക. ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു ജനത. അതുതന്നെയാണ് വിലങ്ങാടിനെ കുറിച്ച് നമുക്ക് ഒറ്റ വാക്കിൽ പറയാനാകുക. ഇനി എന്തെന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ഇത് നേരത്തെ പ്രദീപ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ഒരു തുടക്കത്തിൽ കൃത്യമായി തന്നെ അധികൃതർ പറഞ്ഞിരുന്നു. വിലങ്ങാടിനെയും വയനാടിനെയും ഒരു തരത്തിലും സർക്കാർ കൈവിടില്ല, സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ളൊരു വലിയ വാഗ്ദാനം നൽകുന്നു. മന്ത്രിമാരൊക്കെ തന്നെ ഇവിടെ സന്ദർശനം നടത്തി കൃത്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകിയിരുന്നു. ഈ ഓണം കഴിഞ്ഞിരുന്നു. ഓണത്തിന് പട്ടിണിയിലാകുന്ന ഒരവസ്ഥയിലേക്ക്, അതോടൊപ്പം തന്നെ കൃഷിയെ ആശ്രയിച്ചു കഴിയുന്ന ആളുകളാണ് ഇവിടെയുള്ള എല്ലാവരും. ആ കൃഷിഭൂമി ഒന്നാകെ ഇല്ലാതെയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ വനവാസി മേഖലയിലെ പ്രശ്നങ്ങൾ, വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ വനവാസികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പാലങ്ങൾ തകർന്നു, റോഡുകൾ പൂർണ്ണമായും ഇല്ലാതാകുന്നു, വീടുകൾ തകരുന്ന ഒരു കാര്യങ്ങളിലേക്കൊക്കെ തന്നെ എത്തുന്നു. 80-ലധികം വീടുകൾ ഭാഗികമായി തകരുമ്പോൾ 18-ലധികം വീടുകൾ പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഏറ്റവും ഒടുവിൽ പറയുകയാണെങ്കിൽ വിലങ്ങാട്ടിൽ ഇനി ജനജീവിതം അസാധ്യമാകുന്നു എന്നുള്ള ഒരു വലിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ പുനരധിവാസം എന്നുള്ള ഒരു കാര്യം സർക്കാർ മുന്നോട്ട് വെക്കും. പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു, പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാകുന്നു. പക്ഷേ എന്ത് ഇവർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളിലേക്കും തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു കുറ്റകരമായ അനാസ്ഥ ഇവിടെ നിൽക്കുകയാണ്. അടിയന്തര സഹായമായി 10,000 രൂപ നൽകും എന്നുള്ള ഒരു പ്രഖ്യാപനം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അത് വലിയ പ്രതീക്ഷയോടെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ, ഈ ദുരന്ത ഭൂമിയിൽ പകച്ചു നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് പോലും 5,000 രൂപ മാത്രമാണ് ഇതുവരെയും നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും കൃഷിയെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു ജനതയാണ്. അവരുടെ കൃഷിയും കൃഷിഭൂമിയും എല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്നു. വീടടക്കം താമസയോഗ്യമല്ലാതെ ആയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുള്ള സമ്പാദ്യം എടുത്തു വാങ്ങിയ പ്രദേശം ഒന്നാകെ ഇനി താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അങ്ങുന്നു. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ യാചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ വിലങ്ങാട്ടിലെ ജനത ഒന്നാകെ മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രദീപ്, അരുൺ, ഇക്കാര്യത്തിൽ നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ, അതല്ലെങ്കിൽ നാട്ടുകാരുടെ കണ്ണീർ, നാട്ടുകാരുടെ വികാരം, നാട്ടുകാരുടെ ശബ്ദം ഒരു പക്ഷേ കേൾക്കാൻ ആളില്ല എന്ന് നാട്ടുകാരോ അധികൃതരോ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല എന്നും ആ ശബ്ദം ജനം ടിവിയിലൂടെ തുടർന്നും മുഴങ്ങും എന്നൊരു ഉറപ്പ് നമുക്ക് പ്രേക്ഷകർക്കും ജനങ്ങൾക്കും നൽകാനാവുമോ? തീർച്ചയായും പൂർണ്ണമായും ആ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് നമ്മൾ ആ ഒരു മലയിറങ്ങിയത്. ഞാനും ഗോകുലും സന്തോഷം അടങ്ങുന്ന ഒരു വാർത്താ സംഘമായിരുന്നു അവിടേക്ക് എത്തിയിരുന്നത്. ഇതുവരെയും മറ്റു മാധ്യമങ്ങൾ എത്താത്ത ഇടങ്ങളിൽ പോയി അവിടുത്തെ ദൃശ്യങ്ങൾ, ഈ വിലങ്ങാട്ടെ ദുരിതമുണ്ടായ അല്ലെങ്കിൽ ദുരന്തമുണ്ടായ ആ ഭൂമിയുടെ കൃത്യമായ ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം അവർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു കൃത്യമായ രീതിയിൽ ഉറപ്പ് നൽകിയതിനു ശേഷമാണ് അവരുടെ ശബ്ദമാകാൻ തന്നെയാണ് ജനം ടിവിയുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വരുന്ന ഒരാഴ്ചയ്ക്ക് അവരുടെ പ്രശ്നങ്ങളുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ ആ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. എന്തായാലും ഒരു വലിയ ഒരു ജനത പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. കാരണം അവരുടെ മുന്നിൽ മറ്റു വഴികളില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി ഇവിടെ ഉണ്ടാകുന്ന. അധികൃതർ വരുന്നു, ഉറപ്പ് നൽകുന്നു, പോകുന്നു. അതിനപ്പുറത്തേക്ക് ഒരു കൃത്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഏതായാലും ഈ ക്യാമ്പയിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ അധികൃതർ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയും അതിനൊരു പരിഹാരം ഉണ്ടാകും വരെ അവർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉറപ്പ്. അതൊരു സമൂഹത്തിന്റെ ഒരു ബാധ്യതയായി കൂടി തന്നെ അധികൃതരുടെ കണ്ണു തുറപ്പിക്കുന്നതിനുള്ള ഒരു വാർത്താ പരമ്പരയായി തന്നെ ഇത് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ ആ ഒരു നാട്ടിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ട്, അവിടെ ഉണ്ടായ ആ പ്രകൃതിയുടെ സംഹാര താണ്ഡവം അത് ഈ നാടിനെ എത്രത്തോളം തകർത്തു എന്നുള്ളത് കണ്ണീരോടെ അല്ലാതെ ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് ഈ നാട്ടുകാർക്ക് പറയാൻ കഴിയില്ല. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ദുരന്തമായിരുന്നു. ഉടുതുണി മാത്രമായി രക്ഷപ്പെട്ടവരാണ് ഇവിടെ അവശേഷിക്കുന്ന ആളുകളൊക്കെ തന്നെ. ഒരു ജീവനാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഒരുപാട് ആളുകളെ ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവർത്തിച്ച് വീണ്ടും പറയുന്നത് അതിൻ്റെ ഒരു കാഠിന്യം കൊണ്ടാണ്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇനി എന്ത് എന്നുള്ള ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുക മാത്രമാണ് ഇവർക്ക്. ഈ പ്രദേശത്തൊന്നാകെ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു. അടിയന്തരമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. മുഖ്യമന്ത്രി അടക്കം
വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. റവന്യൂ മന്ത്രി അടക്കം സ്ഥലം സന്ദർശിച്ചുകൊണ്ട് വിലങ്ങാടിന് വേണ്ട എല്ലാ സഹായവും ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ തന്നെ മറ്റു ദുരന്ത മേഖലയിൽ പോലെ ഒരു തരത്തിലുള്ള പാഴ്വാക്കുകളായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രദീപ്, ശരി. അരുൺ കൊടുങ്ങൂറും ടീമും തുടർന്നും വിലങ്ങാടിന്റെ ശബ്ദമായി തുടരുക.